Welcome back, students. Welcome to our IT class. In our previous class, we were discussing about chatting, VoIP, voice over internet, and social networking. So we were talking about communication through internet. What are the facilities internet allows us to do, or allows us to perform, or they can offer. So, next is news group. After completing social networking, and you know what is the example, what are the examples for social networking sites. So, when you learn something new, you have to memorize the example for that. It will help you to, recollect when it's needed to be written in paper. So I want you to study whatever things we learn in our class with an example. So when it is the exam time and when the questions asked, you can get a good idea about what am I asking to you if you know the example. Like Facebook is an example for social networking site. If you know that Facebook is an example for social networking site, when I'm asking you a question about social networking site, you will remember about Facebook, so that you can write down what are all the things in Facebook, what they can offer, all the things. So next one is news group. You don't have to learn it as a news group, but you can take an example of this WhatsApp groups. We've got so many groups in WhatsApp, school groups, class group, subject group. So why do we need these groups? Because it all discuss, or it holds participants more than 2 or more than 4. If there are more than 2 participants, we call it a group, and there will be one admin who can control the group activities, or if there is anything changes, or if there is any change needed, the admin can do that. If the someone needs to be expelled from this group, the admin can do that. So group is something, there is more than one participants. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാം, നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ്, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ്, നമ്മുടെ IT ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ട്. 2-ലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായി കഴിയുമ്പോഴാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലൊരു കോമൺ ടോപ്പിക്കിനെ പറ്റി, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ആയിരിക്കും സംസാരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൽ വ്യത്യസ്തനായ ഒരാളെന്ന് പറയുന്നത് അതിൻ്റെ അഡ്മിനാണ്. ബിക്കോസ് ആ അഡ്മിന് മാത്രമാണ് മറ്റുള്ള അംഗങ്ങളെക്കാൾ കൂടുതൽ ഒരു കൺട്രോൾ ഈ ഗ്രൂപ്പിൻ്റെ മേലുള്ളൂ. അതായത് ഇപ്പോൾ ഗ്രൂപ്പിൽ ഒരാളെ മാറ്റണം എന്ന് പറഞ്ഞാൽ അയാളെ മാറ്റാം, റിമൂവ് ചെയ്യാം, ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ അഡ്മിൻ പ്രിവിലേജസ് ആണ്. അഡ്മിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെയാണ്? ഗ്രൂപ്പിൻ്റെ നെയിം മാറ്റുക, ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുക? അഡ്മിനാണ് ചെയ്യുക. അപ്പോൾ ന്യൂസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ വേറൊന്നും മനസ്സിലാക്കണ്ട. ഒരു വാട്സാപ്പിലൊരു ഗ്രൂപ്പ്, നമ്മുടെ സ്കൂളിലെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് മാത്രം എടുത്താൽ മതി. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് ആകുമ്പോൾ എന്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസാണ് നമ്മളതിലൂടെ പാസ് ചെയ്യുന്നത്? സ്റ്റഡി മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മുടെ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമേ നമ്മളുടെ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഷോക്കേസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേറെയും ഗ്രൂപ്പുകൾ കാണാം. അപ്പോൾ അതിലൊക്കെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ നീഡ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഒരു കോമൺ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ഓൺലൈൻ ഗ്രൂപ്പിനെയാണ് ന്യൂസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്ക് എന്ത് വേണമെങ്കിലും ആകാം. അതിൽ വ്യത്യസ്തർ എന്ന് പറയുന്നത് എന്താണ്? അതായത് അഡ്മിൻ, ഇതിൻ്റെ അഡ്മിന് മാത്രമാണ് എന്താണ് കുറച്ചുകൂടെ പ്രിവിലേജ്
ആരിൽ നിന്നും കൂടുതൽ? ബാക്കിയുള്ള ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്നും കുറച്ചുകൂടെ പ്രിവിലേജസ് ആർക്കാണ് കിട്ടുക? അഡ്മിനാണ് കിട്ടുക. എന്തുകൊണ്ടാണ്? അഡ്മിൻ ഒരാളെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഓൺലി ഹീ ക്യാൻ ഡു ദാറ്റ്. എല്ലാ മെമ്പേഴ്സിനും അത് പറ്റില്ല. പിന്നെ ഗ്രൂപ്പിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം, ടോപ്പിക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ഇപ്പം നമുക്ക് ഗ്രൂപ്പിൽ മറ്റൊരാൾക്ക് പോസ്റ്റ് ചെയ്യണമോ ചെയ്യണ്ടയോ എന്നുള്ള കാര്യങ്ങൾ വരെ തീരുമാനിക്കാൻ അഡ്മിന് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗ്രൂപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യു ജസ്റ്റ് forget about ന്യൂസ് ഗ്രൂപ്പ്, ബട്ട് യു ജസ്റ്റ് റിമെമ്പർ വാട്ട് ഈസ് അവർ ഫേസ്ബുക്ക് ഓർ വാട്സാപ്പ് ഗ്രൂപ്പ്. യു റിമെമ്പർ അബൌട്ട് ദ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. നമുക്കതിൽ എന്തൊക്കെയുണ്ടല്ലോ, ദ ന്യൂസ് admin keeps a check on the comments of participants, decide which comments or article will be posted on the news group page, and also decides when to stop the discussion. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, ആൻഡ് വി നോ വാട്ട് ആർ ഓൾ ദ തിങ്സ് വി ഡു വിത്ത് എ വാട്സാപ്പ് ഗ്രൂപ്പ്. ആൻഡ് വെറാസ് ഇൻ ദ കേസ് ഓഫ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഇപ്പോൾ ഫേസ്ബുക്ക് ഒരു എക്സാമ്പിളാണ്, എന്തിൻ്റെ? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രവർത്തനം പോകുന്നത്. എങ്ങനെയാണ്? ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു സ്റ്റേറ്റ് സംതിങ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ, ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഫേസ്ബുക്കിൽ, നമ്മുടെ ക്ലാസ്സിൻ്റെ IT യുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷേ ആ ലിങ്ക് അയച്ചു തരുമ്പോൾ ജോയിൻ ചെയ്യേണ്ട ആളുകൾക്ക് വേണ്ട മിനിമം ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ഞാൻ അതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു പാസ് ദാറ്റ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനുള്ളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആവാൻ വേണ്ടിയിട്ട് യു നീഡ് ടു പാസ്, അല്ലെങ്കിൽ യു നീഡ് ടു ഗീവ് സം information regarding the queries you will be asked at the time of joining. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്കിലെ ഗ്രൂപ്പിൽ ഞാനാണ് അഡ്മിൻ, അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. അപ്പോൾ എനിക്കറിയാം എന്ത് കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടോപ്പിക്ക് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ 6th ക്ലാസ്സിൻ്റെ IT യുടെ ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 7ാം ക്ലാസ്സിലെ 2 പേർ അതിലൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കയറേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഐ വിൽ ബി ആസ്കിങ് യു വാട്ട് ഈസ് യുവർ നെയിം, വിച്ച് ഈസ് യുവർ ക്ലാസ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് വാങ്ങിക്കും ഞാൻ. അപ്പോൾ അവിടെ ഞാനൊരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് എനിക്കത് റിവ്യൂ ചെയ്യാം. അപ്പോൾ എനിക്കത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ വരും. നിങ്ങളുടെ പേരെന്താണ്, ഏതാണ് ക്ലാസ് എന്ന്. അപ്പോൾ നിങ്ങൾ ആ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ജോയിൻ ഗ്രൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു റിക്വസ്റ്റ് വരും, ഇന്നയാൾ ഈ പേരിലുള്ള ഈ ക്ലാസ്സിലുള്ള ഒരാൾ ജോയിനിങ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ഞാനത് എന്ത് ചെയ്യും, ഒന്ന് ചെക്ക് ചെയ്യും, ഇങ്ങനെ ഒരാളുണ്ടോ എൻ്റെ ക്ലാസ്സിൽ, ഇങ്ങനെ ഒരാൾ IT പഠിക്കാനായിട്ട് 6ാം ക്ലാസ്സിലുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തിയതിന് ശേഷം ഐ എം അക്സെപ്റ്റിംഗ് ദാറ്റ് റിക്വസ്റ്റ്. ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അന്നേരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ക്ലോസ്ഡ് ഗ്രൂപ്പിൽ. whereas in the case of public group you don't need to provide any information. നമ്മൾ ഒരു കാര്യങ്ങളും കൊടുക്കേണ്ട കാര്യമില്ല. You just need to click on the join group and you will be joined in that moment. നമ്മൾ പബ്ലിക് ഗ്രൂപ്പിലാണെങ്കിൽ ജോയിൻ ഗ്രൂപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ നമ്മൾ ജോയിൻ ആവും. whereas in the case of this closed group you need to provide some details about the questions asked at the time of joining. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റായി. അതിനുശേഷം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പോകണം. ഐ വിൽ ബി ഗിവിങ് യു സം image regarding or one picture or one slideshow or something else. നമ്മുടെ ടോപ്പിക്ക്, അതായത് നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ട് അതിനെപ്പറ്റി ഒരു ഓപ്പൺ ഡിസ്കഷൻ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. എപ്പോൾ ആ ഡിസ്കഷൻ നിർത്തണം, എപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാ? അഡ്മിൻ, അതായത് ഞാൻ. അപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതിലെ കുറച്ച് മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലൊന്നുമല്ല,
ഒന്നല്ല രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് ന്യൂസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വാട്സാപ്പിലാണെങ്കിലും അങ്ങനെ തന്നെ, ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെന്താ, ഗ്രൂപ്പിൽ മറ്റു മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ഗ്രൂപ്പ് അഡ്മിന് എന്തുണ്ടാവും, എക്സ്ട്രാ പ്രിവിലേജസ് ഉണ്ടാകും. ലൈക്ക് ആഡിങ് പാർട്ടിസിപ്പൻസ്, റിമൂവിങ് പാർട്ടിസിപ്പൻസ്, ചേഞ്ചിങ് ദ നെയിം എക്സെട്ര. അതായത് അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ അഡ്മിൻ പ്രിവിലേജസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാ ഗ്രൂപ്പുകളിലും ഉള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ന്യൂസ് ഗ്രൂപ്പ്സ്. So when I'm asking you about news group, you have to remember that the examples I have given ഏതൊക്കെയാണ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്. അപ്പോൾ രണ്ട് കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഐഡിയ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നത്, ഗ്രൂപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്താണ് അഡ്മിൻ പ്രിവിലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കിട്ടും. സോ യു നീഡ് ടു സ്റ്റഡി ദീസ് തിങ്സ് വിത്ത് എക്സാമ്പിൾ. ആൻഡ് ഹിയർ കംസ് ബ്ലോഗ്. നമ്മൾ ബ്ലോഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേം ബ്ലോഗ് ഈസ് ഫോംഡ് ഫ്രം വെബ് ലോഗിൽ നിന്നുള്ള, അതായത് വെബ് ലോഗ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായത്. എ ബ്ലോഗ് ഈസ് ആൻ ഓൺലൈൻ ജേർണൽ വെർ ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് പ്രസൻസ് എ റെക്കോർഡ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ തോട്ട്സ്. നമുക്കൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഡയറി എഴുതുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു യു ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ഡയറി? So where we write all the things happened in this day at the end of the day. So after some years, when you wanted to know what happened in this particular day, you can just, turn the pages and look back what happened in that day. അപ്പോൾ അതായത് നമ്മൾ ഡയറി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം മുന്നേ ഈ ദിവസം എന്താണ് എനിക്ക് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു എൻ്റെ ആ ദിവസം എന്നറിയണമെങ്കിൽ, ഒന്ന് മെമ്മറൈസ് ചെയ്യണമെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ പേജസ് ഒന്ന് മറിച്ച് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ സംഭവം, അതായത് ഈ ഡയറി എഴുത്ത് തന്നെ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നു. അതിനെയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഡയറി തന്നെ ആയിരിക്കണമെന്നില്ല. നമുക്കിഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി, നമുക്കിഷ്ടമുള്ള എന്ത് ടോപ്പിക്കിനെ പറ്റിയും നമ്മളൊരു ഓൺലൈനിൽ നമ്മൾ കുറിക്കുന്നതിനെയാണ് ബ്ലോഗ് എഴുത്ത് അല്ലെങ്കിൽ ബ്ലോഗിങ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതുന്ന ആളെ എന്തെന്ന് വിളിക്കും? ബ്ലോഗർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ബ്ലോഗ് എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? വെബ് ബ്ലോഗ് എന്ന വാക്കിൽ നിന്നുമാണ് ബ്ലോഗ് എന്ന വാക്ക് ഉണ്ടായത്. സോ ഓൾ ദീസ് തിങ്സ് ആർ ക്ലിയർ. ഇനി എന്താ? The readers of the blog can add their comments and suggestions. അപ്പോൾ ബ്ലോഗ് വായിക്കുന്നവർക്ക് നമ്മുടെ കമൻറ്റും അല്ലെങ്കിൽ നമ്മുടെ സജഷൻസും ഒക്കെ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ബ്ലോഗ്സ് ആർ ജനറലി ഇൻ ടെക്സ്റ്റ്. ബ്ലോഗ്സ് ജനറലി ഇൻ ടെക്സ്റ്റാണ്, അതായത് ആൽഫബറ്റ്സ്, ന്യൂമറിക്, ഈ രണ്ട് കാര്യങ്ങളും അടങ്ങുന്നതായിരിക്കും ബ്ലോഗ്സ് എന്ന് പറയുന്നത്. അതിൽ കാര്യം എഴുതാനുള്ളതാണ്. However, with advancement of technology, various other types of blogs also have been developed. അപ്പോൾ അതൊക്കെ ആദ്യം തുടക്കത്തിൽ ഇത് ടെക്സ്റ്റിൽ തുടങ്ങി. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. യൂട്യൂബിൽ വ്ളോഗർ എന്ന് കേട്ടിട്ടുണ്ടോ? വ്ളോഗ് വിത്ത് എ വി, വിക്ടറിയുടെ വി, വ്ളോഗർ എന്ന് പറഞ്ഞാൽ എന്താ? വീഡിയോ ലോഗ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് ബ്ലോഗിൽ നിന്ന്? ഇൻ ബ്ലോഗ് വി റൈറ്റ് തിങ്സ് ഓൺലൈൻ, whereas in the case of vlog we record a video along with the narration. നറേഷൻ്റെ കൂടെ തന്നെ നമ്മളൊരു വീഡിയോയെ കൂടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്ളോഗായി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ സോ മെനി ട്രാവൽ വ്ളോഗ്സ്, അല്ലെങ്കിൽ പല എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ട് കാണുന്നത് പാചകത്തിൻ്റെ ഒക്കെ കാണാറുണ്ട്. ഫിറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഫേസ്ബുക്കിലൊക്കെ കാണാം. ആൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു കണ്ടത്തിലൊക്കെ പോയിരുന്നിട്ട് കോഴീനെ ചുടുകയും അങ്ങനെ പല കാര്യങ്ങളും, ബിരിയാണി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യുന്ന പുള്ളി ഒരു കാര്യം ചെയ്യുന്നു. എന്ത്? പാചകം എന്ന കാര്യം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത് കാണിച്ചും കൂടെ തരുന്നുണ്ട്. എഴുതുക മാത്രമല്ല, അല്ലെങ്കിൽ പറയുക മാത്രമല്ല ചെയ്യുന്നത്, പറയുന്നതിനോടൊപ്പം അതിനൊപ്പം തന്നെ കാഴ്ചയും നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ്.
എന്താണ് ഈ വായനയുടെയും കാണലിൻ്റെയും അല്ലെങ്കിൽ ചലനചിത്രങ്ങൾ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം? When you read something, a story, for example, one story, suppose you are reading some story. ഇപ്പം ഞാൻ ഒരേ കഥ തന്നെ ഒരു സ്റ്റോറി നിങ്ങൾ വായിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം സ്കൂളിൽ വന്നിട്ട് ഒരു പുസ്തകം തന്നു, എന്നിട്ട് നിങ്ങളോട് വായിക്കാൻ പറയുന്നു, നിങ്ങളത് വായിക്കുന്നു. നിങ്ങളത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ അതിലെ ഓരോ സന്ദർഭങ്ങളും അതിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും. എക്സാക്ട് സെയിം സംഭവം തന്നെ, പക്ഷേ അവരതിനെ ചിത്രീകരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരിക്കും. കാര്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ നമ്മളതിനെ ഇമാജിനും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഈ വായിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഒരാൾ ഇടിച്ചു എന്ന് പറയുമ്പോൾ ആ ഇടി, ആ ആളുടെ ദേഷ്യം എന്ന് പറയുമ്പോൾ അയാളുടെ ദേഷ്യം, അയാളുടെ ഫേസ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ആളുകൾ, അതായത് നമ്മൾ മനസ്സിൽ കാണുന്ന ആളായിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. ഈ അതേ കഥയിൽ നമ്മൾ മനസ്സിൽ കാണുന്ന രീതിയിലായിരിക്കില്ല ഇടിക്കുന്നത് മറ്റൊരാൾ വായിക്കുമ്പോൾ മനസ്സിൽ കാണുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ വി ക്യാൻ ഇമാജിൻ ഇറ്റ് in our own way, whereas in the case of vlog we actually seeing it. വ്ലോഗിൻ്റെ കേസിൽ എന്താ, ഈ നറേഷനോടൊപ്പം തന്നെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും സെയിം ആയിട്ടാണ് കാണുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലോഗ് ആൻഡ് വ്ലോഗ്. നോട്ട് ജസ്റ്റ് വ്ലോഗ്, പോഡ്കാസ്റ്റ് focused on audio, and photologs focused on photographs, edublog focused on educational resources, travelogs focused on travel, blogs focused on law, and moblogs written using mobiles. So these are the things, general things about blogs. While blogging, you must keep in mind that your post must not hurt the feelings and reputation of others. So there are some things which you have to keep in mind while you're writing blogs, or when you post something on social networking sites. You don't, you are not allowed to hurt the feelings of others by posting something. എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് മറ്റൊരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും മറ്റൊരാളുടെ ഒരു വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഒഴിവാക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് പ്ലേജറിസം. പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പിയടിക്കൽ. അതായത് മറ്റൊരാളുടെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാകാം. വെൻ സംബഡി കമ്പോസിങ് എ മ്യൂസിക്, ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തു, എന്നിട്ട് അയാളത് പ്ലേ ചെയ്തു, എന്നിട്ട് നമ്മളത് എടുത്തിട്ട് നമ്മുടേതാണെന്നും പറഞ്ഞിട്ട് ഇടുക. അത് പ്ലേജറിസത്തിൻ്റെ ഇടയിൽ വരും. അല്ലെങ്കിൽ ഒരാൾ എഴുതിയ ഒരു ബുക്ക്, ഒരാൾ എഴുതിയ ഒരു കഥ, അത് കോപ്പി അടിച്ച് നമ്മുടേതാണെന്നും പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇതൊക്കെ പ്ലേജറിസം എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ഇടയിൽ വരും. നമ്മൾ കോപ്പി അടിക്കുകയാണ്, മറ്റൊരാളുടെ മോഷ്ടിക്കുകയാണ്, മറ്റൊരാളുടെ ഒരു സൃഷ്ടിയെ മോഷ്ടിക്കുകയാണ്, എന്നിട്ട് നമ്മളുടേതാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് അലൗഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, there are certain things that you have to keep in mind while doing all these things on online. About microblogging is an upcoming practice in which small pieces of digital contents are posted on the internet. These contents can be of text, audio, video, image, etc. Microblogging is used by people to keep in touch with each other. It is used for news updates. Celebrities use it to post their views and thoughts on various topics and update their followers about their programs. Business associates use it to share resources and coordinate meetings. അപ്പോൾ മൈക്രോ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഹാവ് ദിസ് ട്വിറ്റർ എന്ന് കേട്ടിട്ടില്ലേ? സച്ചിൻ ഇങ്ങനെ ട്വീറ്റ് ചെയ്തു. ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ്ലി സച്ചിൻ ട്വീറ്റഡ് അബൌട്ട് ദിസ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഫാമേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റിനെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പലരും അതിനെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സച്ചിൻ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ട്വിറ്റർ എന്ന് നിങ്ങൾക്കറിയാമോ? ട്വിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ബ്ലോഗിങ്ങിന് എക്സാമ്പിളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. where you can post videos, photos, etc. And share ideas. അതിപ്പോൾ എന്താണ്?
these content, microblogging is an upcoming practice in which small pieces of digital contents are posted on internet. Small pieces of digital contents are posted on internet with some headings. അതിനാണ് നമ്മൾ ട്വിറ്ററിൽ എന്ത് ചെയ്യുന്നതിന് ട്വീറ്റ് എന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയും, ട്വിറ്ററിലാണെങ്കിൽ ട്വീറ്റ്. സെലിബ്രിറ്റീസ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട്, അതിനെയൊക്കെ തോട്ട്സ്, അതൊക്കെ അവർക്ക് ഫോളോവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരിത് യൂസ് ചെയ്യുന്നു. ആൻഡ് whereas in the case of this business associates, they used it to share resources and coordinate meetings. And microblogging is similar to WhatsApp service used on mobile phones nowadays. Microblogging in example ആണ് Tumblr, Twitter and friend feed. So these are all the things about blogs and news groups. So I want you to read this and understand it with proper examples. You need to remember, recollect all the things which you used to do when you were free with your mobile phone on social networking sites, so that you will understand what are all the things you can do with these things. So that's all for today.